നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗണപതി ഭഗവാന്റെ ഒട്ടനവധി വിശേഷങ്ങളും മന്ത്രങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കറുകപ്പുല്ലും ഗണപതി ഭഗവാനും തമ്മിലുള്ള അതീവ ബന്ധവും പ്രാധാന്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ഗണപതി പൂജകളിൽ ഏറ്റവും പ്രധാനമാണ് കറുകപ്പുല്ല്. അത് പ്രധാനമായും 3 ശക്തികളെ വഹിക്കുന്നു. ശിവൻ, ശക്തി, ഗണേശൻ എന്നിവയാണ് അത്. പൂവില്ലാത്ത കറുകയാണ് പൂജകൾക്കായി ഉപയോഗിക്കുക. കറുക പൂജയ്ക്ക് പ്രധാനമായതിന് പിന്നിലുള്ള സംഭവം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒരിക്കൽ കനലാസുരൻ സ്വർഗത്തിലെത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അസുരന്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ സർവ്വതും ചാമ്പലായി. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു. ഗണപതിയും കനലാസുരനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിനിടയിൽ വിരാട് രൂപം പ്രാപിച്ച് ഗണപതി അസുരനെ വിഴുങ്ങിയത്രേ. അസുരനിലുള്ള അഗ്നി ഗണപതിയുടെ ഉദരത്തിൽ ചൂടും അസ്വസ്ഥതയും ഉണ്ടാക്കി. ഗണപതിയുടെ ശരീരം മുഴുവൻ ചുട്ടുപഴുത്തു. ഇത് ശമിക്കുവാനായി ചന്ദ്രൻ ഗണപതിയുടെ തലയ്ക്ക് മീതെ നിന്ന് ഭഗവാന് തുണയേകി. വിഷ്ണു ഭഗവാൻ ഗണപതിക്ക് താമര നൽകി. ശിവഭഗവാൻ തന്റെ നാഗങ്ങളെ ഗണപതിയുടെ ഉദരത്തിന് ചുറ്റും ആശ്വാസം നൽകാനായി നൽകി. ഇത്രയൊക്കെ ആയിട്ടും ഗണപതിക്ക് ആശ്വാസം ലഭിച്ചില്ല എന്നുള്ളതാണ്. അവസാനം പല ദിക്കുകളിൽ നിന്നും എത്തിയ മഹർഷിമാർ വന്ന് ഗണപതിക്ക് 21 കറുകപ്പുല്ലുകൾ നൽകി. അതോടെ ഗണപതിക്ക് ആശ്വാസമായി. അതേ തുടർന്ന് കറുകപ്പുല്ലുകൾ കൊണ്ട് പൂജിക്കുന്നവരിൽ താൻ പ്രസാദിക്കുമെന്ന് ഗണപതി ഭഗവാൻ അനുഗ്രഹം നൽകി. 21 കറുകപ്പുല്ലുകൾ കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അത് ഒരുമിച്ച് കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതിയെ പൂജിക്കുന്നത് അതിവിശേഷ ഫലത്തെ നൽകുന്നതാണ്. ഗണപതിയുടെ പാദങ്ങളിൽ നിന്നും തുടങ്ങി കഴുത്തറ്റം വരെ കറുക കൊണ്ട് മൂടുന്നത് ഏറ്റവും വിശേഷമാണ് എന്നാണ് വിശ്വാസം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രഹത്തിൽ ഒരുപക്ഷെ കറുക ഉണ്ടാകും. അതൊക്കെ ഗണപതിക്ക് ചാർത്താനായി നൽകുക. അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യവും. ഗണപതി ഭഗവാന്റെ പ്രീതി ഉറപ്പായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.